വെറും ഒരു 120 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മളിന്ന് കയറാൻ പോണത് മൈസൂരിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായത്, അതായത് മൈസൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അംബാവിലാസ് പാലസ് എന്നറിയപ്പെടുന്ന മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇന്നത്തെ ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 കോടിയിലേറെ വില വരും എന്നുള്ളതാണ് പറയണത്. അത് നിർമ്മിക്കുന്ന സമയത്ത് 42 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു ആനയുടെ തല ഒറിജിനൽ ആണ് എന്നുള്ളത്. പണ്ട് രാജാവ് തൻ്റെ പ്രജകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന 2 കൊലകൊമ്പന്മാരെ നേരിട്ട് ചെന്ന് കൊലകൊമ്പന്മാരെ വകവരുത്തുകയും പിന്നെ അവരുടെ തല എടുത്ത് ഭിത്തിയിൽ തറച്ചു വെച്ചു എന്നുള്ളതുമാണ് കഥ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വർഷാവർഷം നടക്കുന്ന ഈ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി അവർ അതിനെ അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഹിന്ദു മുസ്ലിം രജപുത്ര വാസ്തുവിദ്യകൾ സമന്വയിച്ചിട്ടാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. ഈ ഒരു കൊട്ടാരം ഉത്സവ സമയത്തും രാത്രി കാലങ്ങളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് 100,000 ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ താജ്മഹലാണ്. അത് കഴിഞ്ഞാൽ ഉള്ള വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു മൈസൂർ പാലസിലാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് 19-ാം നൂറ്റാണ്ടിൽ ഒരു വിവാഹ ചടങ്ങിനിടെ പഴയ കൊട്ടാരം, മരം കൊണ്ട് നിർമ്മിച്ച പഴയ കൊട്ടാരം തീപിടിക്കുകയും പിന്നെ 1940 ഇത് പുതുക്കി പണിയുകയും ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ വിവരങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണാം.